What a surprise! How are you, Dad? I'm good. മോക്ക് സുഖല്ലേ? എന്താ മോള് ഉറങ്ങാത്തെ? അത് ഡാഡ് ഉറക്കം വന്നില്ല. ഒരു മിനിറ്റ് ഡാഡി. മുത്തച്ഛി, അമ്മ, ചേട്ടാ, ചേട്ടത്തി എല്ലാരും ഒന്ന് ഓടി ഇങ്ങോട്ട് വന്നേ. ഇതാരാ വന്നിരിക്കുന്ന നോക്കിക്കേ. എന്താ ബേബി ഇത്? ഉറങ്ങാനും സമ്മതിക്കാതെ. സമയം കാലൊന്നും അറിയില്ല നിനക്ക്. ആരാ വന്നിരിക്കുന്ന എന്നൊന്ന് നോക്ക്. രാവിലെ കാണാന്ന് പറ, എനിക്ക് ഉറക്കം വരുന്നു. അങ്കിളെ ഒന്ന് കണ്ണു തോർന്ന് നോക്ക്. അളിയ, അളിയ അളിയ എപ്പോ വന്നു? എനിക്കൊരു കുഴപ്പമില്ല. എനിക്കെല്ലാം കൊണ്ടും സുഖമാണമ്മേ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് നന്ദീശൻ എന്നോട് പറഞ്ഞിരുന്നു. എനിക്ക് എല്ലാവരെയും കാണണം. എല്ലാവരെയും വിളിച്ചേ. ഡാഡ്, എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. തൃശൂലും ശിവാനി എവിടെ? അവര് ഉറങ്ങിയെന്നാ തോന്നുന്നേ. അവർ ഇത്രയും നേരം ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പൊ വന്നേ ഉള്ളൂ. ഇത്രയും നേരം ഇല്ലായിരുന്നു. എവിടെ പോയതാ? അത് ഈ അടുത്ത് കല്യാണം കഴിഞ്ഞവരല്ലേ, അതുകൊണ്ട് പുറത്തൊക്കെ കറങ്ങാൻ പോയതായിരിക്കും. വിളിച്ചേ അവരെ ഇങ്ങോട്ട്. തൃശൂൽ, ശിവാനി. അച്ഛാ, ഹായ് അച്ഛാ, എപ്പോഴാ വന്നേ? ഞാനിപ്പോ വന്നോളൂ മോനെ. എന്താടാ നീ ഒറ്റയ്ക്ക് വന്നത്? ശിവാനി എവിടെ? ശിവാനി അത് എന്താടാ, റൂമിലില്ലേ അവള്? വിളിക്കടാ അവളെ. എന്നാ പിന്നെ ഞാൻ തന്നെ വിളിക്കാം. ശിവാനി, ശിവാനി. അങ്കിൾ, ദിഗ്വിജയ്, എല്ലാരും എന്തിനാ വിളിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ? അങ്ങനെയൊന്നുമില്ലമ്മേ. എല്ലാരെയും കണ്ടിട്ട് ഇപ്പൊ ഒരുപാട് നാളായില്ലേ. എല്ലാരും ഒന്ന് കാണാൻ വേണ്ടി വിളിച്ചാ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നീ വിളിച്ചപ്പോ അങ്ങനെ തോന്നിയില്ല, അതുകൊണ്ടാ ചോദിച്ചേ. അയ്യോ, സംഭവിക്കുന്നത് അളിയനല്ല, നമുക്കായിരിക്കും. അളിയ, വീണ്ടും നമ്മുടെ വീടിന് ചുറ്റും പാമ്പുകൾ ഓടി നടക്ക. പാമ്പോ? പാമ്പിന്റെ തോലും കിട്ടി. നിങ്ങൾ ആരെങ്കിലും പാമ്പിനെ കണ്ടിരുന്നോ? നിങ്ങൾക്ക് അതിനെ കാണാൻ കഴിഞ്ഞോന്ന്? ഇതെന്താ നിങ്ങൾ ഇങ്ങനൊക്കെ ചോദിക്കുന്നേ? നിങ്ങൾ പാമ്പിനെ കണ്ടിരുന്നോ? ഞാൻ കണ്ടു. അളിയ, അതെ, ഇവിടെ മുഴുവനും പാമ്പിന്റെ ശല്യാണ് അളിയ. നമ്മുടെ ജീവിതം കഴിഞ്ഞു. ആ പാമ്പിൻ പടം ഇങ്ങനെ കാണിച്ചേ. ശരി അളിയ. അളിയ, അതെ, ഇത് ആദിശേഷൻ പടം പൊഴിച്ചതാണല്ലോ. അപ്പോ എന്റെ ആദിശേഷൻ ഇവിടെ ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഞാൻ അതിന്റെ പിറകെ പോയതും സത്യം തന്നെയാണ്. എന്ത് പറ്റി നിങ്ങൾക്ക്? നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഒന്നുമില്ല. പാമ്പിനെ വീണ്ടും വീടിന്റെ അടുത്ത് കണ്ടില്ലേ, അതിനെ കുറിച്ച് ആലോചിക്കായിരുന്നു ഞാൻ. ഡാഡ്, ഇതൊക്കെ സില്ലി മാറ്റേഴ്സ് ആണ്, വിട്ടുകളാ. നിനക്ക് സില്ലി ആയിരിക്കും, പക്ഷെ എനിക്കങ്ങനെയല്ല. ഇനി മുതലേ പാമ്പിന്റെ കാര്യത്തിൽ എല്ലാവരും കുറച്ചുകൂടി ശ്രദ്ധിക്കണം. പുറത്തേക്ക് എവിടേക്കെങ്കിലും പോവാണെങ്കിൽ സൂക്ഷിക്കണം. അതെ, എന്തുകൊണ്ടാ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ആരും പേടിക്കൊന്നും വേണ്ട, എല്ലാം ശരിയായിക്കോളും. ഗോവിന്ദ, ഇത് നീ കൊണ്ടുപോയി പുറത്ത് കളഞ്ഞേക്ക. ശിവാനി, നീ പാമ്പിന്റെ കാര്യം ഓർത്ത് പേടിക്കൊന്നും വേണ്ട. ആർക്കും ഒന്നും സംഭവിക്കില്ല. അങ്കിൾ, സമയം ഒരുപാടായി.
എല്ലാവരും പോയി കിടന്നോ, നാളെ രാവിലെ കാണാം. ചെല്ല് ചെല്ല്. അച്ഛാ, ഇനി ഒരിക്കലും ഞങ്ങളെ വിട്ട് എവിടേക്കും പോകരുത് അച്ഛാ, പ്ലീസ്. ഇനി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും മോനെ. നീ പോയി കിടന്നോ. ആദിശേഷനും നാഗറാണിയും ഈ വീടിന്റെ പരിസരത്ത് എവിടെയോ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്രയും വേഗം നന്ദീശനോട് പറഞ്ഞ് ഗുരുക്കൾ തന്നുവിട്ട തീർത്ഥം വീടിന് ചുറ്റും തളിക്കണം. ശിവാനി, നീ എവിടെയായിരുന്നു? റൂമിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. വെറുതെ കള്ളം പറയല്ലേ. ഞാൻ ഈ വീട് മുഴുവൻ അന്വേഷിച്ചിട്ട് തന്നെ കണ്ടില്ലല്ലോ. നമ്മുടെ അമ്മയും മുത്തശ്ശി എന്നോട് ചോദ്യത്തിന് മേൽ ചോദ്യം ചോദിക്കായിരുന്നു. എങ്ങനെയോ കള്ളം പറഞ്ഞ് മാനേജ് ചെയ്തു. ആണോ? നിന്നോടല്ലേ ഞാൻ ചോദിച്ചത് എവിടേക്ക് പോയെന്ന്. എവിടേക്കെങ്കിലും പോയിക്കോളാം, വീട്. അതെങ്ങോട്ടേക്കാണെന്ന്. എവിടെ പോകുമ്പോഴും നിന്നോട് പറഞ്ഞിട്ട് പോണോ? ഇങ്ങനെ ചോദ്യം ചോദിച്ചോണ്ടിരിക്കണ്ട തൃശൂൽ. ദൈവമേ. ശിവാനി, നിനക്ക് എന്താ പറ്റിയേ? എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഓ, ഈ വീടിന്റെ ചുറ്റും ഏതോ ഒരു പാമ്പ് കറങ്ങി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അതിന്റെ ടെൻഷനാണോ? ഇങ്ങോട്ട് നോക്കി. നീ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിന്റെ കൂടെ ഞാനുണ്ട്. ഒരു പാമ്പും അടുത്തേക്ക് വരാത്ത പോലെ കൂടെ ഞാനുണ്ടാവും. നീയോ? എന്തെങ്കിലും സംശയമുണ്ടോ? എന്നെ അറിഞ്ഞൂടെ? പോയി കിടന്ന് ഉറങ്ങ തൃശൂൽ. ദൈവമേ, ഇവൾക്കിത് എന്ത് പറ്റി? ഞാനൊന്ന് സംസാരിച്ചാൽ ദേഷ്യപ്പെടും, സമാധാനിപ്പിച്ചാലും ദേഷ്യപ്പെടും, തമാശ പറഞ്ഞാലും ദേഷ്യപ്പെടും. അല്ല ശിവാനി, നീ കൊച്ചുകുട്ടിയായിരുന്ന സമയത്തെ ചോറ് കഴിക്കുന്നതിന് പകരം മുളകാണ് കഴിച്ചോണ്ടിരുന്നത്. അല്ല, ഒരു ജനറൽ നോളജിനായിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ പുറത്തേക്ക് പോയത് ശിവാനിയുടെ പുറകെ എങ്ങാനുമാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല. ശിവാനിയോട് തന്നെ ചോദിച്ചാലോ? ശിവാനി, എന്റെ മനസ്സിൽ വലിയൊരു കൺഫ്യൂഷൻ എങ്ങനെ കിടക്കാ. ഒരു ഡൗട്ട്. പോയി കിടന്ന് ഉറങ്ങാനല്ലേ പറഞ്ഞേ? പ്ലീസ്, ഈ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്താ പിന്നെ ഞാൻ കിടന്നോളാം. എന്താ അത്? അല്ല, ഞാൻ എങ്ങനെ നിന്റെ പുറകെ വന്നായിരുന്നോ? ഹലോ, ചോദിച്ചോന്നേ ഉള്ളൂ. ഈ ലുക്കൊന്നും തരില്ലേ? ഇല്ല, വന്നില്ല. താങ്കളുടെ മറുപടിയിൽ ഞാൻ കൃതാർത്ഥനായിരിക്കുകയാണ്. അതിനാൽ തന്നെ ചോദ്യവും തിരിച്ചെടുക്കുന്നു. ഞാൻ ശിവാനിയുടെ പുറകെ പോയിട്ടില്ലെങ്കിൽ പിന്നെ എവിടേക്കാ പോയത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവൻ എന്റെ പ്രശ്നങ്ങൾ മനസ്സിലാവുന്നില്ല. എനിക്കത് പറയാനും പറ്റില്ല. എന്റെ ആദിശേഷനെ കയ്യെത്തും ദൂരത്ത് കിട്ടിയിട്ടും അവൻ മാഞ്ഞു പോയി. അവന്റെ മുഖം ഒരു നോക്ക് കാണാൻ പോലും പറ്റിയില്ല. ഛേ, മഹാദേവ, എന്താണ് ഇങ്ങനെയൊക്കെ? ഗുഡ് മോർണിംഗ് ശിവാനി. എന്തു പറ്റി? രാവിലെ തന്നെ എങ്ങോട്ടെങ്കിലും പോവാൻ ഇറങ്ങിയതാ? അത് എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിച്ചു. ഇന്നലെ രാത്രി നീ പുറത്തേക്ക് എങ്ങോട്ടെങ്കിലും പോയിരുന്നോ? രാത്രിയിലോ? ഇല്ലല്ലോ, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നറിയാം. ഇവിടെ നിന്ന് പുറത്തേക്ക് എങ്ങോട്ടെങ്കിലും പോയോന്നാ ചോദിച്ചത്. ഇല്ല ശിവാനി, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, എങ്ങോട്ടും പോയിട്ടില്ല. നീ പോയിട്ടുണ്ടാവും ത്രിവിക്രം. ഒന്ന് നന്നായി ചിന്തിച്ചു നോക്കിയേ. ഇതിലിപ്പോ എന്താ ഇത്ര ചിന്തിക്കാനുള്ളേ? ഞാൻ എങ്ങോട്ടേക്കും പോയിട്ടില്ല. ത്രിവിക്രം, നീ പോയായിരുന്നു. അതെ, രാത്രിയിൽ ഇവിടെ നിന്ന് ഇറങ്ങി കാട്ടുപാതയിലൂടെ പോയില്ലേ നീ? അവിടുന്ന് നീ ത്രിവിക്രം, എന്തിനാ ചിരിക്കുന്നേ? ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യാനാ ശിവാനി? ഞാൻ എങ്ങോട്ടും പോയില്ല എന്ന് പറഞ്ഞാലും നീ അത് പറഞ്ഞു പറഞ്ഞ് സത്യമാക്കല്ലേ. പിന്നെ എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞു സത്യമാക്കുന്നതല്ല ത്രിവിക്രം. നീ ശരിക്കും ഇവിടുന്ന് പുറത്തേക്ക് പോയി. എന്താ മറന്നു പോയത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരേ ഒരു പ്രാവശ്യം ഒന്ന് ശിവാനി ആലോചിക്ക്. നിന്നെ. ഐ ഫൈൻ. ഇസ് എവറിത്തിങ് ഓക്കെ? രാത്രി ശരിക്കും ഉറങ്ങിയില്ല അല്ലേ? ഉറങ്ങിയല്ലോ. എന്റെ അടുത്ത് ചോദിച്ചത് ഓക്കെ. ഇനി വേറെ ആരോടും ചോദിക്കാൻ നിൽക്കണ്ട. അവരൊക്കെ നിനക്ക് എന്താ പറ്റിയെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കും. അതല്ല ത്രിവിക്രം, അത് നീ... ശിവാനി കേൾക്ക്, ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് പുറത്തു പോയത് നീയാ. വീട്ടിലെല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അവരുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നില്ലേ? നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോയി മോമിനോട് ചോദിക്കും. ശിവാനി വരുന്നില്ലേ?
വാ നമുക്ക് മോമനോട് ചോദിക്കാം. ഇല്ല കുഴപ്പമില്ല, വേണ്ട. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ, ആർക്കാ ഓർമ്മശക്തി ഇല്ലാത്തതെന്ന്. ശരി, ത്രിവിക്രം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെന്നോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നലെ കണ്ടത് ആരെയാ? അതെന്റെ ആദിശേഷൻ തന്നെയായിരുന്നില്ലേ? അതെ, ഈ സമയത്ത് ആരോടും ഒന്നും ചോദിക്കാതെയും പറയാതെയും കാശിക്ക് പോകേണ്ട ആവശ്യം എന്തായിരുന്നു? ഇത്രയും ദിവസം അവിടെ ആയിരുന്നില്ലേ? ഞങ്ങളെപ്പറ്റി ഒരിക്കൽ പോലും ഒന്നും ആലോചിച്ചില്ലല്ലോ. എനിക്കറിയാം ദമയന്തി, പക്ഷേ എനിക്ക് ഒരുപാട് ജോലികളുണ്ടായിരുന്നു. എല്ലാവരും കാശിക്ക് പോകുന്നത് ദൈവത്തെ കാണാനും മനസമാധാനം കിട്ടാനും വേണ്ടിയാ. നിങ്ങൾ പറയുന്നു എന്താ ജോലിക്കാര്യത്തിന് പോയതാണെന്ന്. ഞാൻ ഉദ്ദേശിച്ചതും അത് തന്നെയാ. പൂജ, ഹോമം. തൃശ്ശൂരിൽ ശിവാനിയുടെ കഴുത്തിൽ ചോദിക്കാതെ പറയുന്ന താലി കെട്ടിയത് കണ്ട് നിങ്ങൾക്ക് ആകെ വിഷമായിപ്പോയി അല്ലേ? നിങ്ങൾ ഇവിടുന്ന് കാശിക്ക് പോയി. അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്നറിയോ? എന്തിന്? എന്താ ഉണ്ടായി? ശിവാനി വീട് വിട്ട് ഇറങ്ങിപ്പോയി. അത് നിങ്ങൾ അറിഞ്ഞില്ലല്ലോ. അവള് വീട്ടിലേക്ക് വരാൻ സമ്മതിച്ചിരുന്നോ? കഷ്ടപ്പെട്ടാ സമ്മതിപ്പിച്ചത്. അവളെ തിരിച്ചു കൊണ്ടുവന്നപ്പോഴേക്കും മതിയായി ഞങ്ങൾക്ക്. എന്തായാലും അവള് വന്നല്ലോ. വരാൻ അവൾ ഇങ്ങോട്ട് വന്നു. പക്ഷേ അവർക്കിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാ തോന്നുന്നത്. ദമയന്തി, അവർക്ക് പരസ്പരം മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും. എന്തായാലും ഭാഗ്യത്തിന് കാര്യങ്ങൾ അവിടെ കൊണ്ട് അവസാനിച്ചല്ലോ. ഈ ഡൈവോഴ്സ് ഒന്നും പറഞ്ഞ് പോയില്ലല്ലോ. നമ്മുടെ ഭാഗ്യം. അങ്ങനെയൊന്നും സംഭവിച്ചില്ലേ? എന്തായാലും ഞാനിങ്ങ് എത്തിയില്ലേ ദമയന്തി. എല്ലാവരും സന്തോഷമായിട്ട് തന്നെ ഇരിക്കും. നീ വെറുതെ വിഷമിക്കണ്ട. ശരി. വാസുകി, നീ ഇവിടുന്ന് പോകൂ. നിനക്ക് നിന്റെ ആദിശേഷനെ എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞില്ലേ? പക്ഷെ അവിടെ ചെന്നപ്പോ സംഭവിച്ചതേ വേറെയാ. ആദിശേഷൻ എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. ഞാൻ അവനെ പിന്തുടർന്ന് പോയതാ. അവൻ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നാ എനിക്ക് തോന്നിയത്. പക്ഷെ സത്യത്തിൽ അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. എന്റെ ജീവിതത്തിൽ പുതിയ എന്തോ ഒരു മായാജാലം നടക്കുന്നുണ്ട്. ആദിശേഷൻ ആരാണെന്നുള്ള സംശയം വീണ്ടും മനസ്സിൽ തോന്നുക. ഞാനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടോ? വാസുകി പറഞ്ഞതുപോലെ അവിടെ ആദിശേഷൻ വന്നതും ശരിയാണ്, ഞാൻ അവന്റെ പുറകെ പോയതും ശരിയാണ്. എന്നാ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ ത്രിവിക്രം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവനോട് ചോദിച്ചപ്പോ അവൻ പുറത്തേക്ക് ഇങ്ങ് പോയിട്ടില്ലെന്നാ പറഞ്ഞത്. ത്രിവിക്രം പറഞ്ഞത് കള്ളമായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയത് ആരാണ്? ഉത്തരം നൽകൂ മഹാദേവ. എന്റെ മനസ്സ് സംശയത്തിന്റെ കൂടാരമായി മാറിയിരിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നേ. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ എന്നെ തെറ്റിദ്ധരിക്കരുത്. ത്രിവിക്രം സത്യമായിട്ടും എന്റെ ആദിശേഷൻ അല്ലേ? അങ്ങനോട് ക്ഷമിച്ചാലും ഞാൻ ഈ രീതിയിലൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ എന്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത് സ്വാഭാവികമാ. എന്റെ ആദിശേഷന് വേണ്ടി കാത്തിരുന്ന് തോറ്റുപോയിരിക്കുകയാ ഞാൻ. ഇത്രയും ദിവസമായിട്ടും ത്രിവിക്രമനിൽ ആദിശേഷന്റെ ഒരു ഗുണവും എനിക്ക് കാണാൻ പറ്റിയില്ല. ഇനി എത്ര നാൾ ഞാനിങ്ങനെ കാത്തിരിക്കണം? ചില സമയത്ത് ഞാൻ ആർക്കു വേണ്ടിയാണ് ഈ കാത്തിരിക്കുന്നതെന്ന് പോലും തോന്നാറുണ്ട്. കൂടുതൽ ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിൽ തോന്നുന്നത് ഒരേ ഒരു ചോദ്യം മാത്രം: എന്റെ ആദിശേഷൻ ആരാണ്? ഉത്തരം നൽകൂ മഹാദേവ. എന്റെ ആദിശേഷൻ ആരാണ്? നീയോ? ഞാൻ തന്നെ. നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിന്നോടാരാ പറഞ്ഞേ? അതിനാരും പറയേണ്ട കാര്യമില്ല. നീ എവിടേക്ക് പോയാലും എന്റെ മനസ്സിൽ GPS പോലൊരു സിഗ്നൽ താനേ വരും. ഞാൻ അത് നോക്കി വന്നു കഴിഞ്ഞാൽ നീ അവിടെ തന്നെ ഉണ്ടായിരിക്കും. എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നത്? ചോദിക്കാതെയും പറയാതെ നീ അങ്ങ് ഇറങ്ങിപ്പോയാ വെറുതെ ഇരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് നിന്നെ തേടി വന്നത്. കാണാതെ പോ. ഞാനെന്താ ചെറിയ കുട്ടിയാണോ? കൊച്ചു കുട്ടികളൊക്കെ പറഞ്ഞാ കേക്കും. അല്ല ശിവാനി,
ഇന്നലെ രാത്രി വീട്ടിൽ പാമ്പ് വന്നു എന്ന് പറഞ്ഞ് എല്ലാവരും പേടിച്ചിരിക്കുക. നീ ഇങ്ങനെ ചോദിക്കാതെയും പറയാതെയും പോയാ എങ്ങനെ ശരിയാവുക? അതുകൊണ്ടാ ഒരു സെക്യൂരിറ്റിയെ പോലെ പുറകെ വരുന്നത്. എനിക്ക് പാമ്പിനെ പേടിയാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. പറഞ്ഞിട്ടില്ല. അതിനെന്തിനാ ദേഷ്യപ്പെടുന്നേ? ശരി, നീ ദൈവത്തിനോട് എന്ത് വേണമെങ്കിലും പ്രാർത്ഥിച്ചോ. ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ദൂരെ മാറിയെന്നോളാം. അതിന്റെ ആവശ്യമില്ല. നീ ഇവിടെ നിന്ന് പോയി തന്നാ മതി. എനിക്കൊന്നും പറ്റില്ല, ഞാൻ സൂക്ഷിച്ചു വന്നോളാം. എന്നെ ഇത്രയധികം പരിഗണിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തുകൊണ്ട്? എന്താന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും ഡൈവോഴ്സ് ആണോ? ഡൈവോഴ്സ് ആയേക്കാം, പക്ഷെ നിന്നോടുള്ള പ്രണയം ഒട്ടും കുറഞ്ഞിട്ടില്ല ശിവാനി. നമ്മുടെ മൊബൈൽ ഫോൺ എത്ര തന്നെ മാറ്റിയെടുത്താലും പഴയ കാമുകിയുടെ പേരായിരിക്കുമല്ലോ പാസ്വേഡ്. അതുപോലെ തന്നെയാ നമ്മൾ രണ്ടുപേരും ലീഗലി അകലുന്നത് വരെ നിന്നെ സേഫായിട്ട് നോക്കേണ്ടത് എന്റെ കടമയാ ശിവാനി. ഞാൻ അവിടെ തന്നെ ഉണ്ടാവും, വന്നാ മതി. നോക്ക്, ഞാൻ എത്ര വേണ്ടാന്ന് പറഞ്ഞിട്ടും അവൻ എന്റെ പിന്നാലെ വരികയാണല്ലോ. ചില സമയത്ത് ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സ് ഇവനിലേക്ക് അടുക്കുകയാണ്. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ത്രിവിക്രം ആദിശേഷനാണെന്ന് അറിഞ്ഞിട്ടും അവനെ സ്വീകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. തൃശൂലിനും എനിക്കുമിടയിൽ എന്താണ് ബന്ധം? ഇല്ല, ഒരു പ്രാവശ്യം തൃശൂലിനെ നാഗവനത്തിലേക്ക് കൊണ്ടുപോയി ഒന്ന് പരീക്ഷിച്ചേ പറ്റൂ. അതാ നല്ലത്. ദമയന്തി, തൃശൂലിനെയും ശിവാനിയെയും പുറത്തേക്ക് എങ്ങനെ പറഞ്ഞയച്ചിരുന്നോ? ഇല്ലല്ലോ. അതാ നിങ്ങൾ ചെയ്ത തെറ്റ്. തെറ്റോ? എനിക്ക് മനസ്സിലായില്ല.